ഹലോ ബോയ്സ്, കാശി ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ബീഫ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. നമുക്കിന്നിവിടെ ഒരു ബീഫ് കറി ഉണ്ടാക്കാം. കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം അതിനകത്ത് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇച്ചിരി അധികം ഇട്ടാലും കുഴപ്പമില്ല, പെപ്പർ, മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് നമുക്ക് ഭംഗിയായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതിലേക്ക് നമുക്ക് തേങ്ങ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അത്യാവശ്യം നമ്മുടെ തേങ്ങ മൂത്ത് വന്നിരിക്കുകയാണ്. നമുക്കിനി അത് കോരി മാറ്റാം. ചെറിയൊരു ബ്രൗൺ നിറമായാലും മതി. ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക്, ആവശ്യത്തിന് കടുക്, കടുക് പൊട്ടി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ബീഫിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ടാൽ മതി. ചെറിയൊരു ബ്രൗൺ നിറമായി വരുമ്പോഴത്തേന് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് മൂപ്പിക്കുന്ന വേണ്ട, ചെറിയൊരു ബ്രൗൺ നിറം, ഒന്ന് കിടന്ന് എണ്ണയിലൊന്ന് വരണ്ട് വരട്ടെ. ഉള്ളി ഏകദേശം നമുക്ക് വരണ്ട് വന്നിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചെറുതായിട്ട്, ഇഞ്ചി അരിഞ്ഞത് ഇത്രയും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക.
ഇനി നല്ല പോലെ ഒന്ന് വഴണ്ടി വരട്ടെ. എണ്ണയിൽ മൂപ്പിച്ച് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ നല്ലപോലെ സവാളയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി തന്നെ വെള്ളം നമുക്ക് മാറ്റി വെച്ചേക്കാം കുക്കറിലിരിക്കുന്ന. അതിന് ശേഷം ഉള്ളിയും ബീഫും എല്ലാം നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഒന്നെല്ലാം കൂടെ പിടിച്ച് വരുമ്പോൾ ബാക്കി മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യാനുസരണം ഗരം മസാലപ്പൊടി, എന്നിവ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിതിന് മല്ലിപ്പൊടി ചേർക്കാറില്ല. നല്ലതുപോലെ യോജിപ്പിക്കുക. എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമില്ലേ, അത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുക്കറിൽ കിടന്ന് നല്ലതുപോലെ ബീഫ് വെന്തിട്ടാണ് ഇതിലേക്ക് ഇട്ടത്. കുക്കറിലെ വെള്ളം തികഞ്ഞില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ബീഫ് നല്ലവണ്ണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ബീഫ് കറിയുടെ കൂടെ നമുക്കല്പം കപ്പ പുരട്ടിയത് കൂടി ഉണ്ടാക്കാം. അതിനുള്ള ചേരുവകൾ: തേങ്ങ ചിരകിയത്, പച്ചമുളക്, കറിവേപ്പില, ജീരകം, ഇത്രയും കൂടി നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. വെന്ത് വന്ന കപ്പയിലേക്ക് നമുക്ക് തേങ്ങ ചതച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ കപ്പയും ബീഫ് കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.